ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പിണങ്ങിപ്പോയിട്ടുള്ള നിങ്ങളുടെ എക്സിനെ എങ്ങനെ തിരികെ കൊണ്ടുവരാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് റിലേഷൻഷിപ്പിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോ കോണ്ടാക്റ്റ് ആണ്. അതായത് ചില ആളുകളുണ്ട്, നിങ്ങളുടെ എക്സ് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ലവർ പിണങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്കും തെര അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങും, മെസ്സേജ് അയക്കാൻ തുടങ്ങും, വീഡിയോ കോള്. പക്ഷേ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. നോ കോണ്ടാക്റ്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ചിലരുണ്ട്, പിണങ്ങിപ്പോയ ആളുകൾ ഒരു മിസ് കോളൊക്കെ അടിച്ച് നിർത്തും. നിങ്ങളുടെ മനസ്സിൽ അവരോട് ഇപ്പോഴും സ്നേഹമുണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ആ മിസ് കോൾ അടിച്ച് നിർത്തുന്നത്. ഈ മിസ് കോൾ കേൾക്കുന്നത് തിരിച്ചു വിളിക്കും. അപ്പോൾ എന്തു ചെയ്യും? അവരെടുക്കില്ല. അവർ ശരിക്കും നിങ്ങളെ പറ്റിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ പിണങ്ങിപ്പോയ ആ ഒരു കുട്ടി നിങ്ങൾക്ക് ഒരു മിസ് കോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വിളിക്കാനൊന്നും പോവരുത്. പിന്നെ അങ്ങോട്ട് പോയി മെസ്സേജ് അയക്കരുത്. അവർ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾ മൈൻഡ് പോലും ചെയ്യരുത്. പിന്നെ ഇങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നല്ല മിസ്സിങ് ഉണ്ടാകും. കാരണം ഒരേ സമയം ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോണൊക്കെ വിളിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവരുമായിട്ട് എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെയായി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ആകെ നിരാശയും വിഷമവും ഉണ്ടാകും. അങ്ങനെ ആകുമ്പോഴത്തേക്കും അവർ തന്നെ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോ കോണ്ടാക്റ്റ് ആയിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചില ആളുകളുണ്ട്, അവരുടെ പാർട്ട്നേഴ്സൊക്കെ ഇങ്ങനെ വഴക്കുണ്ടാക്കി ഫോണിലൊക്കെ ബ്ലോക്കാക്കി കഴിയുമ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ വിളിക്കും. എന്നിട്ട് പറയും, എന്നോട് ആൾ ഇങ്ങനെയൊക്കെ കാണിച്ചു, എന്നെ ബ്ലോക്ക് ചെയ്തു, ഇപ്പം ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തന്നില്ല, എനിക്കാണെങ്കിൽ ആകെ സങ്കടമാണ്, നീ ഒന്ന് അന്വേഷിച്ചിട്ട് പറയുമോ എന്ന് ചോദിക്കും ഫ്രണ്ട്സിനോട്. അപ്പോൾ എന്ത് ചെയ്യും? ഫ്രണ്ട്സ് ഇത് കേൾക്കുന്ന പാതി കേൾക്കാത്ത പാതി ഓടി ചെന്നിട്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് വിളിച്ച് ഇങ്ങനെ പറയും, അവൻ വിളിച്ചായിരുന്നു അല്ലെങ്കിൽ അവൾ വിളിച്ചായിരുന്നു, നിൻ്റെ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു, ഞാൻ എന്താ പറയണ്ടേ, അവൻ ഭയങ്കര സങ്കടത്തിലാണ് അല്ലെങ്കിൽ അവൾ ഭയങ്കര സങ്കടത്തിലാണ്, പിന്നെ നിങ്ങൾ എന്തിനാണ് പിണങ്ങിയത്, അവൻ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ പിണങ്ങിയത് കാര്യം, അല്ലെങ്കിൽ അവൾ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ പിണങ്ങാനുണ്ടായ ആ ഒരു കാര്യം. ഇങ്ങനെയൊക്കെ എന്തു ചെയ്യും? നിങ്ങളുടെ ആ എക്സിനോട് ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് തീരെ ദേഷ്യമായിരിക്കും ആദ്യമേ വരിക. പിന്നെ അവർ വിചാരിക്കും എൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ അല്ലെങ്കിൽ അവൾ ഇങ്ങനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്, ഇപ്പോഴും അവർക്ക് എന്നെ ഇഷ്ടമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഞാൻ വലിയ ഗെയിമിക്ക് ആറ്റിറ്റ്യൂഡ് ഇട്ട് അങ്ങോട്ട് ഇരിക്കുക, അവൻ വേണമെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ അവൾ വേണമെങ്കിൽ വരട്ടെ എന്നുള്ളൊരു രീതിയിൽ നിങ്ങളുടെ എക്സ് ഇരിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളുടെ വഴക്കിൻ്റെ അകത്ത് ഒരിക്കലും ഒരു ഫ്രണ്ട്സിനെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ ആ കാര്യങ്ങൾ വെക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആരും ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നുമില്ലാതെ നിങ്ങളുടെ ഒരു കാര്യം അവർക്കറിയാൻ പറ്റുന്നില്ലാതെ വരുമ്പോഴത്തേക്കും അവർ തീർച്ചയായിട്ടും നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാക്സിമം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നതാണ്. ഒരിക്കലും എന്നെ അവൻ തേച്ചു അല്ലെങ്കിൽ അവൾ എന്നെ ഇട്ടിട്ട് പോയി ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് ഒരിക്കലും ആരുടെ മുമ്പിൽ നിൽക്കരുത്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അതിന് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ പാഷന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ അത് ചെയ്യാവുന്നതാണ്. നിങ്ങളവരെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവർ തിരികെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ എക്സ് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്, അതുകൊണ്ട് എന്ത് ചെയ്യുക? ഗീവ് ദം ബ്രേക്കപ്പ്. അവർക്ക് ബ്രേക്കപ്പാണ് വേണ്ടതെങ്കിൽ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തേക്കുക. പുറത്തോ വഴിയിൽ എവിടെ വെച്ച് കണ്ടാലും അവരെ മൈൻഡ് ചെയ്യരുത്. ഇങ്ങനെ കുറേ തവണ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? അവർക്ക് വിഷമമാക്കി നിങ്ങൾ നന്നായിട്ട് മിസ് ചെയ്യുകയും തിരികെ നിങ്ങളുടെ പുറകെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വലിയ മൈൻഡൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഉള്ളിൽ സ്നേഹമുണ്ട്, നിങ്ങളെ കാണാതിരിക്കാനോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനോ ഒന്നും പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നോളും. ഇനി തിരിച്ച് വന്നാൽ പിന്നെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാതെ ഇനി മുമ്പോട്ട് എന്താണോ അതിൽ ഹാപ്പി ആയിട്ട് പോവുക. അവർ ചെയ്ത തെറ്റ് എന്താണെങ്കിലും അതൊക്കെ ഒന്ന് ക്ഷമിച്ച് അവരെ കുറ്റപ്പെടുത്താതെ ലൈഫ് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പിണങ്ങിപ്പോയ നിങ്ങളുടെ എക്സിനെ തിരികെ കൊണ്ടുവരാനുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.